നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് വളരെ സുപരിചിതരായ താരദമ്പതികളായിരുന്നു വിജയ് യേശുദാസും ദർശന രാജഗോപാലും. ഏകദേശം 5 വർഷത്തെ പ്രണയത്തിന് ശേഷം 2007 ഇരുവരുടെയും വിവാഹം. അമേയ, അവ്യൻ എന്നിങ്ങനെ 2 കുട്ടികളും ഇരുവർക്കുമുണ്ട്. ഇരുവരും വിവാഹമോചിതരായി എന്ന വാർത്ത അടുത്തിടെയാണ് എല്ലാവരും അറിയുന്നത്. വിവാഹമോചനം ഇരുവരും വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു. എന്നാൽ ഒരു പരിപാടിയിൽ വെച്ച് വിജയ് യേശുദാസ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായിരുന്നുവെന്നും അതാണ് പിരിയാൻ കാരണമെന്നും വിജയ് പറഞ്ഞിരുന്നു. എങ്കിലും നല്ല സൗഹൃദമാണ് ദർശനയുമായി ഇപ്പോഴുള്ളതെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ മുൻ ഭാര്യയുടെ നേട്ടങ്ങളിലും പുതിയ സംരംഭങ്ങളിലും അഭിമാനം കൊള്ളുകയാണ് വിജയ്. കഴിഞ്ഞ ദിവസം ദർശനയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയ ഗായകന്റെ പോസ്റ്റിനെ പറ്റിയാണ് റിപ്പോർട്ടുകൾ. ഡയമണ്ടുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സാണ് ദർശന ചെയ്യുന്നത്. സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ കഴിവ് തെളിയിക്കാനും ഉയർച്ചയിലേക്ക് എത്താനും ദർശനയ്ക്ക് സാധിച്ചിരുന്നു. മാത്രമല്ല, ലാബിൽ വികസിപ്പിച്ച വജ്രങ്ങൾ വിൽക്കുന്ന ബ്രാൻഡിന്റെ ഉടമയാണ് ദർശന. അവരുടെ പുത്തൻ സംരംഭത്തിന് പ്രോത്സാഹനവുമായിട്ടാണ് വിജയ് യേശുദാസും എത്തിയിരിക്കുന്നത്. ദർശനയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള വിജയ് യേശുദാസിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലായത്. വിജയ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തും ഗായികയുമായ ശ്വേതാ മോഹനും ദർശനയ്ക്ക് ആശംസ അറിയിച്ചു. ഇത് മാത്രമല്ല, വനിതാ ദിനത്തിൽ തന്റെ ജീവിതത്തിലുള്ള ശക്തരായ വനിതകൾക്കെല്ലാം ആശംസകളുമായി വിജയ് യേശുദാസ് എത്തിയിരുന്നു. ദർശന ഉൾപ്പെടെ ആ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം. 2007 ജനുവരിയിലായിരുന്നു വിജയ് യേശുദാസും ദർശന ബാലഗോപാലും വിവാഹിതരാവുന്നത്. ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ താരങ്ങൾ ഏറെക്കാലം പ്രണയത്തിലായിരുന്നു. ദർശനയ്ക്ക് 16 വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസുമായി പരിചയപ്പെടുന്നത്. അന്ന് വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ ദർശനയും പങ്കെടുത്തിരുന്നു. ആ കൂടിച്ചേരലിന് ശേഷമാണ് ഇരുവരും സൗഹൃദത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും. വിവാഹശേഷം വിജയുടെ ഉയർച്ച താഴ്ചകളിലെല്ലാം ഭാര്യയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇരുവർക്കും 2 മക്കളാണുള്ളത്. മാത്രമല്ല, അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് അവസ്ഥ വന്നതോടെയാണ് ഇരുവരും വേർപിരിയാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതേസമയം അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസും എത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യ പിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യ പിള്ളയ്ക്കൊപ്പമാണ്. അതോടെ ഇരുവരും ചേർത്തുമുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു. നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചത്. ഇക്കോ വോഗ് ദി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത്. നിരവധി സെലിബ്രിറ്റികൾ റാം വാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവലായിരുന്നു ഇക്കോ വോഗ് ദി ഫാഷൻ ഫെസ്റ്റിവൽ. കറുത്ത ബാഗി പാന്റും ബനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. ഗൗണായിരുന്നു ദിവ്യ പിള്ളയുടെ വേഷം. റാമ്പിലേക്ക് കയറും മുൻപ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്തു പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ, ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ്. മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.